സ്പെഷ്യൽ ക്യാരക്ടറാണ്. എന്റെ കഥയിലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് അശ്വതി. അപ്പോഴേ ഈ അശ്വതിയെ വെച്ചുള്ള ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴുണ്ടല്ലേ, ഈ കേരളത്തിലുള്ള എല്ലാ അശ്വതിമാരും വന്ന് കമന്റ് ചെയ്തു. എന്റെ ഓരോ അശ്വതി വീഡിയോയിൽ മാത്രം 13,000 കമന്റുകളാണ് വന്നത്. അതിലൊരു ഏകദേശം ഒരു 10,000 കൂടുതൽ കമന്റുകൾ അതിന് അശ്വതിമാരെ കാണും. എല്ലാവരും ഇങ്ങനെ അശ്വതിമാരെ മെൻഷൻ ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ അശ്വതിമാർ തെറിയൊക്കെ വിളിക്കുകയാണ്. അല്ലെങ്കിൽ കിംബോയ് അത് മൈൻഡ് ചെയ്തില്ല. എന്നാലും കുറെ അശ്വതിമാർ കണ്ണാ കൊള്ളാന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജുകളൊക്കെ അവർ അയക്കും. അതൊക്കെ ഈ കിംബോയ്ക്ക് ഭയങ്കര ത്രില്ലായിട്ടിരിക്കുക. അത് കാണാൻ വേണ്ടി അത്ര കമന്റുകളൊക്കെ കാണാൻ വേണ്ടി. കിംബോയ്ക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട്, ഇപ്പം വിദേശത്തൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് ഓഡിയിൽ ഇത് എഞ്ചിനീയറാണ്, ജർമ്മനിയിലാണ്. എന്റെ പേര് ഞാൻ ഇപ്പം പറയുന്നില്ല, പിന്നെ പറയാം. ലവറായിട്ട് ആരെങ്കിലും ഉണ്ടോ? ലവറായിട്ട് കിംബോയ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇല്ലാതെ എനിക്ക് നല്ല ഗേൾസ്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. നല്ല കാര്യമാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യും. അങ്ങനെ ലവ് ഇതായിട്ട് ആയിട്ടില്ല. ആയിട്ടില്ലല്ലേ? ലവ് ഞാൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു അങ്ങോട്ട് ഒരു പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടില്ല. കിംബോയ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് മാരേജ് ആണോ? എന്താണ് കിംബോയുടെ ആഗ്രഹം? ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും കിംബോയ്ക്ക് കിംബോയ് അടിച്ച് കസറി കയറ്റി വരും. അതാണ് നമ്മളെ പറന്നടിക്കും കിംബോയ്. അപ്പൊ ഏതൊരു അശ്വതി വരട്ടെ അല്ലേ? അശ്വതിയാണ് മനസ്സിൽ അല്ലേ? ഓക്കെ, അപ്പൊ കിംബോയിനെ മനസ്സിലാക്കുന്നതും ഇഷ്ടപ്പെടുന്നതായ ഒരു അശ്വതി കിംബോയുടെ ജീവിതത്തിലോട്ട് വരട്ടെ അല്ലേ? അതാണ് ആഗ്രഹം. കിംബോയുടെ അതേ ആഗ്രഹം.